ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ വീണ്ടും വരാം. ഇന്നത്തെ ഈ വോയിസ് വരെ കൊടുക്കുന്ന ദിവസത്തിലാണെങ്കിൽ എനിക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, കുറേ നാളായല്ലേ. അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മളിതിൽ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞായില്ലേ, നമുക്കിങ്ങനെ സംസാരിക്കാതിരുന്ന പിന്നെ എന്തോ ഒരു വേഷമായിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് അവരോട് സംസാരിച്ചിട്ടില്ല, എന്നിട്ട് അത്ര കടുപ്പായി പോകുന്നുണ്ട് കേട്ടോ. ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയാൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെറിയതായിട്ടുള്ളൊരു ഷോപ്പിംഗ് ചെയ്യാനായിട്ടാണ് പോവാം. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ ബസ്സിലായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ട്രാഫിക്കും തിക്കും തിരക്കുമുള്ള റോഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇല്ല നല്ലൊരു 10-12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഭക്ഷണം വേണ്ടാന്ന് തോന്നി, ലൈറ്റായിട്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാം, എന്നിട്ട് ജ്യൂസ് കുടിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെറുതായിട്ട് എന്താ പറയുക, നമ്മുടെ ഈ കർണാടക മാംഗ്ലൂർ സ്റ്റൈൽ ഫേമസ് ആയിട്ടുള്ള ബൺസും ചട്നിയും സാമ്പാറാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല, എനിക്കിങ്ങനെ ട്രാവലിംഗ് ചെയ്ത് അധികം കഴിക്കാനും പറ്റില്ല. എന്ന വിശപ്പാണെങ്കിലോ അത് ഭയങ്കരമായിട്ട് ഉണ്ടാവും ചെയ്യും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളും? നമുക്കും കമൻറ്റൊക്കെ ഇട്ടിട്ട് നമുക്കും ചെറുതായിട്ടൊരു ഗപ്ഷപ്പൊക്കെ ആക്കാമെന്ന്. നിങ്ങളും കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. പിന്നെ എൻ്റെ ചാനൽസ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും ഷെയർ ആക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് കാട്ടുക കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അധികം എടുത്തിട്ടില്ല കേട്ടോ. ഈ ഓരോന്ന് ബൺസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ കഴിച്ച് തീർക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡില്ലേ വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഒന്നും വേണ്ടായിരുന്നു, പക്ഷെ അങ്ങേര് കുടിക്കുന്ന കാണുമ്പോൾ ഞാനും കുറച്ചായിട്ട് അങ്ങ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി ഷോപ്പിംഗാണ് വന്നത്. ഇതിപ്പോൾ എനിക്കല്ല ഡ്രസ്സ് എടുക്കുന്നത്, ഇപ്പോൾ ഹസ്ബൻഡിനായിരുന്നു. അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ബില്ലിൻ്റെ സെറ്റിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ പർദ്ദ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയാലപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പർദ്ദ നോക്കിയാലോ ഭയങ്കര റേറ്റാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എടുക്കുന്നില്ല, എപ്പോഴെങ്കിലും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം പോയിട്ട് വന്നിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കായ്പോള ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, കാസ്റ്റ് അയണിൻ്റെ ഈ പാത്രം ഭയങ്കര റേറ്റ് കൂടിയിട്ടുള്ള ഈ പാത്രം ഞാനിത് ട്രെൻഡിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ പാത്രത്തിനാണ് നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പാത്രത്തിൽ ഞാൻ കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചീറ്റിപ്പോയി കേട്ടോ. കാരണം ഈ പാത്രമില്ലേ നല്ല ചൂടുണ്ടാവും, അത് പെട്ടെന്നൊന്നും തണുത്ത് കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കുക്കാക്കിയിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ച് കൊടുത്താലും അടിഭാഗത്ത് നല്ല കരിഞ്ഞു പോകും. പിന്നെ എനിക്കിതിൽ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ആദ്യം നെയ്യൊന്നും തടവി കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കായ്പോള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തും കരിയാത്ത സ്വത്തുക്കളൊന്നും ഇടാതെ തന്നെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ക്ലീൻ ആക്കാനും. അപ്പോൾ ഇത് കായ്പോള നല്ല ഷേപ്പിലെടുക്കാൻ പറ്റിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ കുട്ടികൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരിടത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ച് തീർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അവർ വരുന്ന നേരത്ത് ബാദലാറോ തട്ടിയ പോലെ തോന്നി. അങ്ങനെ പോയി നോക്കുമ്പോൾ അത് അവരായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് ഒരു പീസും കൂടി എടുത്ത് കഴിക്കാൻ പോവാം. അങ്ങനെ ഇത് എടുത്ത് കഴിച്ചിട്ട് ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാം. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബഹളമാവും. ആ സമയത്താണെങ്കിൽ ഷൂട്ടിംഗ് ഒന്നും വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വിട്ടേക്കുന്നുണ്ട്. അവർ വന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിതിവിടെ വൈൻഡപ്പ് ആക്കാം. എൻ്റെ പുറത്തത്തെ വ്യൂവും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലോ വ്ളോഗിലോ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഹുദാഫീസ്, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. സപ്പോർട്ടിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. താങ്ക് യു, ബൈ.